എല്ലാവർക്കും ലോഗോസിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 ഇന്ന് നോക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി നിക്കോദോമസ്. നിക്കോദോമസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? റബി. ആര് കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല. ദൈവരാജ്യം. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് ആര്? നിക്കോദോമസ്. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? നിക്കോദോമസ്. യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മനുഷ്യപുത്രൻ. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? മരുഭൂമിയിൽ. എന്തിനാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്? തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് എന്തിനാണ് അയച്ചത്? അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. ആരാണ് നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കാത്തവൻ. പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചതിന്റെ കാരണമെന്ത്? അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? തിന്മ പ്രവർത്തിക്കുന്നവൻ. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? സത്യം പ്രവർത്തിക്കുന്നവൻ. സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തികൾ ഡാഷിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. ദൈവൈക്യത്തിൽ. യേശുവും നിക്കോദോമസും സംസാരിച്ചതിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? യൂദയ ദേശത്തേക്ക്. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? യൂദയ ദേശത്ത്. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? സാലോമിനടുത്തുള്ള ഏനോനിൽ. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവന്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹിതൻ. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണെന്നാണ്? ഉന്നതത്തിൽ നിന്നും വരുന്നവൻ. സ്വർഗത്തിൽ നിന്നും വരുന്നവൻ സാക്ഷ്യപ്പെടുത്തുന്നത് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി.
യേശുവിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ എന്തിനാണ് മുദ്ര വയ്ക്കുന്നത്? ദൈവം സത്യവാനാണ്. ആരാണ് ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ദൈവം അയച്ചവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു, നിത്യജീവൻ. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തതെന്ത്? ജീവൻ. പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ഡാഷ് ഉണ്ട്, ദൈവകോപം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതാണ്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം.